നിങ്ങളുടെ എല്ലാ സംശയങ്ങളും കൂടി ചേർത്ത് എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ. കൈലാഷ് സാറ് എനിക്ക് ദൈവത്തെ പോലെയാ. പ്രേമിക്കുന്ന ചെക്കന്മാര് മിക്ക പെൺകുട്ടികൾക്കും കൺകണ്ട ദൈവ. നിന്നോട് സംസാരിച്ച് ജയിക്കാനുള്ള മിടുക്കൊന്നും എനിക്കില്ല ആയിഷ. ഞാൻ കുളിക്കാൻ പോവാ. ഒരു മിനിറ്റ്. രണ്ടുപേരുടെ സംശയങ്ങൾക്ക് നീ മറുപടി കൊടുത്തില്ലേ? എനിക്കുണ്ടൊരു ചെറിയ സംശയം. അതിനുകൂടി മറുപടി തന്നിട്ട് നീ നീരാട്ടിന് പോക്കോ. കൈലാഷ് സാറ് നിനക്ക് ദൈവമാണെന്ന് നീ പറഞ്ഞു. എന്തുകൊണ്ടാ കൈലാഷ് സാറിനെ നീ കാമുകനാക്കാതെ ദൈവമാക്കിയത്? കാമുകനായി ഒരു ഗന്ധർവനുള്ളതുകൊണ്ടാണോ? ഈ മൂന്നെണ്ണവും ചീത്തയാ. മീര ഒരു നല്ല കുട്ടിയാന്നാ ഞാൻ കരുതിയത്. പക്ഷെ അല്ല, മീരയും ചീത്തയാ. എവിടെ നോക്കട്ടെ. നല്ല രസമുണ്ടല്ലേ? ദേവകി, എത്ര നേരമായിരിക്കാൻ തുടങ്ങിട്ട്? ഒന്ന് വേഗം കൊണ്ടുവാ. ഒന്ന് വരുന്നേ. എന്തിനിങ്ങനെ കിടന്ന് ഒച്ച എടുക്കുന്നേ? എനിക്കാകെ 2 കയ്യേ ഉള്ളൂ. 10 നാവും. വേണ്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ആദ്യം നീ വിളമ്പ്. 2 കൂടി ഇട്. എപ്പ കഴിക്കാൻ വിളിച്ചാലും വിശപ്പില്ല എന്ന് പറയുന്ന ആൾക്ക് ഇന്നെന്ത് പറ്റി? ഒരു ഒടുക്കത്തെ വിശപ്പ്. ആസ്വദിച്ച് ആഹാരം കഴിക്കുന്നത് എപ്പോഴൊക്കെ അറിയാമോ നിനക്ക്? സ്വയം അധ്വാനിച്ച് സമ്പാദിച്ച കാശ് കൊണ്ട് കഴിക്കുമ്പോ. പിന്നെ എനിക്കങ്ങും അറിയില്ല, നിങ്ങൾ തന്നെ പറ. പോറ്റു വളർത്തിയ മക്കള് സമ്പാദിച്ചു കൊണ്ടിരുന്ന കാശുകൊണ്ട് ആഹാരം കഴിക്കുമ്പോ അതിന്റെ സന്തോഷവും തൃപ്തിയും ഒന്ന് വേറെ തന്നെ. ദേവി, എന്റെ പാറു അധ്വാനിച്ച് സമ്പാദിച്ച കാശുകൊണ്ടാ ഇന്നത്തെ നമ്മുടെ അത്താഴം. എനിക്ക് വയറ് നിറച്ച് കഴിക്കണം, വയറ് പൊട്ടും വരെ കഴിക്കണം. ഇങ്ങനൊരച്ഛൻ.